സേവ്യ അനുമോദ് നൽകും കൂടുതൽ വിവരങ്ങൾ. അനുമോദ്, സംഭവം വലിയ രാഷ്ട്രീയ വിവാദമായി കൊണ്ടിരിക്കുന്നതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചതായും സൂചനയുണ്ട്. എന്താണ് വിവരങ്ങൾ? ഭവ്യ, കേസിൽ രണ്ടുപേരെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. അതിൽ ഒരാളെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിനേഷ് എന്നാണ് അയാളുടെ പേര്. ഇയാൾ നേരത്തെയും ഇത്തരത്തിൽ ഈ പന്നിയെ വൈദ്യുതി കെണി വെച്ച് പിടിച്ച് ഇറച്ചിയാക്കി വിൽക്കുന്ന നടപടികൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായിട്ടും പോലീസിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റ് ഒരാൾ കൂടി ഉണ്ടെങ്കിലും അയാൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തലോ മറ്റ് വിശദാംശങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ ഇതൊരു തുടർച്ചയായുണ്ടാകുന്ന സംഭവമാണെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു. പലപ്പോഴും രാത്രി ഏറെ വൈകിയാണ് ഇത്തരത്തിൽ കെണി വയ്ക്കുന്നത്. രാവിലെ ഇവർ ഇത്തരത്തിൽ ഷോക്കേറ്റ് വീഴുന്ന മൃഗങ്ങളുടെ, പ്രത്യേകിച്ച് പന്നിയാണെങ്കിൽ അതിൻ്റെ മാംസമെടുത്ത് വിൽക്കുന്ന ഒരു നടപടി ഈ ഒരു മേഖലയിൽ തുടർച്ചയായി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വൈദ്യുതി ഈ പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച്, അതായത് ഈ വൈദ്യുതി മോഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലൈനുകളുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തനങ്ങൾ ഇവർ തുടർച്ചയായി നടത്തുന്നുണ്ട് എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുന്നു എന്നതിനൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിലെ പ്രതി വളരെ വേഗത്തിൽ പിടിയിലായിട്ടുണ്ട്. ഇതിന് കാരണമായിട്ട് അരുൺ ഷൗക്കത്ത് നേരത്തെ പറഞ്ഞത് രാത്രി നടത്തിയ വലിയ പ്രതിഷേധങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പോലീസ് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഈ പ്രതിയിലേക്ക് എത്തിയത്. അതല്ലെങ്കിൽ ഈ പ്രതിയെയും രക്ഷപ്പെട്ടു പോകുമായിരുന്നു. മറ്റുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഇത് ഉയർത്തിയത് കൊണ്ട് മാത്രമാണ്, ഇന്നലെ രാത്രി ഈ പ്രതിഷേധം ഉയർത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ദയവായി തുടരുക. ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സണ്ണി ജോസഫ്, ഏറ്റവും പ്രധാനമായി വനമന്ത്രിയുടെ പ്രസ്താവന, അദ്ദേഹം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് വനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അപകടം നിലമ്പൂർ അറിയും മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നുവെന്നാണ് അല്പസമയം മുൻപ് അദ്ദേഹം പ്രതികരിച്ചത്. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? അത് ഒന്നാമത് അല്പത്തമാണ്, വിവരക്കേടാണ്, ക്രൂരതയാണ്. മന്ത്രി ഇത് പിൻവലിച്ചു മാപ്പ് പറയണം, അല്ലെങ്കിൽ തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. മന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കേരളത്തിലെ മനുഷ്യ ജീവനുകൾ വന്യമൃഗ ശല്യം കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ മന്ത്രിക്ക് കഴിയുന്നില്ല. മന്ത്രി വന്യമൃഗങ്ങൾക്കേക്കാൾ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് അടിസ്ഥാനത്തിലാണ്? കേരളത്തിലൊരു വാർത്ത അറിയാൻ മലപ്പുറത്തിന്റെ ഭാഗമാണ് നിലമ്പൂര് നടന്ന ഒരു ദാരുണ സംഭവം മലപ്പുറത്ത് അറിയാൻ എത്ര മിനിറ്റ് വേണം? ഒരു മൊബൈൽ ഫോൺ വിളിക്കാൻ, ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ, ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരാൻ, ഒരു ചാനലിൽ ഒരു വാർത്ത വരാൻ എത്ര സമയം വേണം? മന്ത്രി ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഈ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാൻ മന്ത്രി തയ്യാറാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട് അത് പിൻവലിക്കണം. അതിന് സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് മന്ത്രിയുടെ മാത്രം വാക്കുകളല്ല. ഏറ്റവും